നമസ്കാരം. ചിരിക്കാനായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ രണ്ട് മരവാണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന രണ്ട് ക്ഷുദ്രജീവികൾ, കാരണം ഇവന്മാർ മുസ്ലിം നാമധാരികളാണ്. അപ്പോൾ ആ പേരിലിരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ കുറെ ഇവിടുത്തെ സംഘിവാണങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സൂപ്പറാണ് ഒക്കെ പറഞ്ഞ് തള്ളിക്കൊടുത്ത കമൻ്റൊക്കെ കേട്ട് അങ്ങ് വാനോളം പൊങ്ങി ഈ രണ്ട് മണ്ടന്മാരും കൂടെ നേരെ ഇസ്രായേലിലേക്ക് വണ്ടി കയറി. സത്യം പറയാമല്ലോ, മണ്ടന്മാർ ലണ്ടനിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മണ്ടന്മാർ കേരളത്തിൽ നിന്ന് വണ്ടിയും പിടിച്ച് അങ്ങ് ഇസ്രായേലിൽ പോയിട്ട് മരിച്ചുപോയ മാതാപിതാക്കളെ പറയിപ്പിക്കുന്ന ഈ പരമ നായ്ക്കളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിലുണ്ടല്ലോ എനിക്ക് ചിരി അടക്കാൻ വയ്യാന്നുള്ളതാ. ചിരി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചിരിയാണ്, കണ്ടു നോക്കിക്കോളൂ. അപ്പം ഇതിലൊരു മരപ്പൊട്ടനായിട്ടുള്ള മറ്റേ മൂങ്ങാക്കണ്ണനുണ്ടല്ലോ, ഈ വാർത്തയൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണെല്ലാം പുറത്തേക്ക് തള്ളി പിന്നെ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി ഈ പൊട്ടാനായി വരുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ മൂങ്ങാക്കണ്ണൻ ഫസൽക്കാരായിട്ട് ഈ ഊള ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ ഉറ്റ സുഹൃത്തായ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം വിശുദ്ധ ജെറുസലേം മണ്ണിൽ എത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ നെതന്യാഹു മാമൻ നേരിട്ടാണ് ഈ രണ്ട് മരവാണങ്ങളെയും വിളിച്ചിരുന്നത്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ വിമർശിക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള രണ്ടവന്മാരാണല്ലോ. അപ്പോൾ ഇവന്മാർ ഇസ്രായേലിന് വേണ്ടിയൊക്കെ ഒരുപാട് ഘോര സംസാരിക്കുകയും വാർത്തകളൊക്കെ ചെയ്യുന്നതാണ്. ആ ഒരു ബേസിലാണ് നമ്മുടെ ഇസ്രായേലിന്റെ ആഭ്യന്തര മന്ത്രിയും നെതന്യാഹുവും കൂടെ ഇവന്മാർ രണ്ടുപേരെ അവിടെ ക്ഷണിച്ചത് കേട്ടോ. സത്യത്തിൽ ഇവന്മാർ ആ എയർപോർട്ടിൽ കാലെടുത്ത് കുത്തി പോസ്റ്റ് ഇട്ടപ്പം മുതൽ ജൂതന്മാരെടുത്തിട്ട് കീറിക്കൊണ്ടിരിക്കുക. കാരണം ഇവന്മാരുടെ പേര് രണ്ടും ഫസൽ കാരാട്ടം, ആരിഫ് ഹുസൈൻ എന്നുവാ. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ ജൂതന്മാരുണ്ടല്ലോ, ഇവന്മാർ രണ്ടുപേരുടെ പേര് മുസ്ലിം നാമധാരികളാണല്ലോ, അവരെടുത്തിട്ട് കീറിയെന്ന് മാത്രമല്ല തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ പച്ച തെറിയാണ് അവർ കമന്റ് ബോക്സിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അൻസാരി ഉസ്താവ് കൊടുക്കുന്ന ഒരു കിടുക്കാച്ച് മറുപടി ഉണ്ട്, അത് കാണാതെ പോരുത്, ചിരിച്ചു മറിയലോ. നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന എന്തുകൊണ്ടാ ചിരിക്കുന്നത്? സത്യം ചിരി നിർത്താൻ വയ്യ, രാവിലെ തുടങ്ങിയ ചിരിയാ, എങ്ങനെ ചിരിക്കാതിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റും പിടിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് തന്തക്കും തള്ളക്കും വിളിയേക്കുന്നത്? നിങ്ങൾക്ക് പരിചയമില്ലല്ലോ. പരിചയമില്ലെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചു. നമ്മുടെ ഹാർപ്പിക് ഹുസൈനെ വലിയ കാര്യത്തെ എന്തോ വലിയ തേങ്ങാക്കൊലയാന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ചെന്നു. ഇവൻ വിചാരിച്ച് ഇവിടെയുള്ള 437 വിദ്വേഷികൾ, മാനവരാശിക്ക് ഗുണമില്ലാത്ത കുറച്ച് മനുഷ്യര് ഇവന്റെ വീഡിയോ കണ്ടിട്ട് താഴെ പോയിട്ട് ഇവനെ ഒന്ന് പുളകിതമാക്കാൻ വേണ്ടി ചില കമന്റ് ചെയ്യുന്നത് പോലെ ഇസ്രായേലിയർ ഇവന്റെ വീഡിയോ കണ്ട് ഇവന്റെ കട്ടഫാനാന്ന് പറഞ്ഞിരിക്കുക. മുസ്ലിം വിദ്വേഷം പറയുന്നുണ്ട്, അവരെല്ലാം കട്ടഫാനാണെന്ന്. എടാ എങ്ങനെ ഞാൻ എന്ത് വിളിക്കുമെന്ന് ആലോചിക്കേ. എന്റെ പൊന്ന് ഹാർപ്പിക് ഹുസൈനെ, 1000 ജൂതരല്ലാത്തവരെക്കാൾ ജൂതനിഷ്ടം ഒരു ജൂതനെയാണ്. നീ അത് മനസ്സിലാക്കിക്കോ. എത്ര കാലമായിട്ട് ക്രൈസ്തവ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ടെന്നറിയാവോ? അവരുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ, അവരെ ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ കാക്ക ചുട്ടി തുപ്പും. അത്രയും വെറുപ്പാണ് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ജൂതന്മാർക്ക്. അതറിയാവോ? അവരോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് കുറച്ചൊക്കെ താതാമ്യമുള്ള ക്രൈസ്തവരോട് പോലും അവരുടെ വെറുപ്പിത്രയാണെങ്കിൽ, എടാ ഈ മുസ്ലിം പേരും വെച്ചുകൊണ്ട് ചെല്ലുന്ന നിന്നെ അവർ ചുരുട്ടിക്കൂട്ടി എറിയത്തില്ല മന്ദബുദ്ധി. അത് മനസ്സിലാക്കണ്ടേ? ഇവനിങ്ങനെ ഈ നാട്ടിലെ കുറച്ച് സംഘികൾ ഇവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പുകഴ്ത്ത് കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ജൂതന്മാർ വന്നിട്ട് മാല ഇട്ടിട്ട് സ്വീകരിക്കുന്ന വിചാരിച്ചിരുന്നയാ. പോടാ ജിഹാദി, എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിച്ച് തന്തക്കും തള്ളൊക്കെ വിളിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം ഈ നിർഗുണം വിചാരിച്ചതേ, ഇവൻ എന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ, എന്റെ പ്രിയപ്പെട്ട ജൂതൻ, മുത്താണ്, തങ്കമാണ്, തങ്കമണിയാണ്, കരളിന്റെ കാതലാണെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങോട്ട് ചെന്ന ഉടനെ അവര് കൈവെള്ളയെ വെച്ച് പാലും തേനും ഒക്കെ കൊടുക്കുന്ന വിചാരിച്ച ഇവന്റെ പേര് ആരിഫ് ഹുസൈൻ എന്നുള്ള കാര്യം മിനിമം അതെങ്കിലും ഈ മന്ദബുദ്ധി മനസ്സിലാക്കണ്ടേ? അവര് പറഞ്ഞ പോടാ കള്ള ജിഹാദി എന്ന് പറഞ്ഞു, ഓരോ കണ്ടം വഴി എന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടാ? ഇങ്ങനെ നാണം കെട്ട് നീ ജീവിക്കല്ലേ? തമാശ പറഞ്ഞില്ല, ഇതിനേക്കാൾ വലിയ നാണക്കേടെന്ത്? കണ്ട ഇസ്രായേലര് ഓറ തന്തക്കും തള്ള കബറി കിടക്കുന്ന തള്ളക്ക് വരെ വിളിച്ച് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. വല്ല കാര്യമുണ്ടാ? നീ എന്താ വിചാരിച്ചത്? ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുമ്പോൾ നിന്നെ ആരെങ്കിലും ഒക്കെ സ്റ്റേജിൽ കയറ്റി നിന്നെ ഇങ്ങനെ മുൾപ്പുളകം കൊള്ളിക്കുന്നത് പോലെ ജൂതന്മാര് ചെയ്യുന്ന നീ ആദ്യം ആ രോമസിംഹനൊക്കെ ചെയ്തതുപോലെ അലി അക്ബർ എന്നുള്ള പേരൊക്കെ മാറ്റി രോമസിംഹൻ അതുപോലെ പേരെന്നിട്. എടാ ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേരും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഞാൻ പറഞ്ഞില്ല 1000 ജൂതരല്ലാത്തവരെക്കാൾ അവർക്ക് ഇഷ്ടം ഒരു ജൂതനെയാ. ഈ പേര് മാറ്റാൻ നീ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? നീ ഒരു ജൂതന്റെ പേരിട്, അപ്പൊ നിന്നെ അവർ പൊക്കിക്കൊണ്ട് നടക്കും. വല്ല കാര്യമുണ്ടാ? ഫ്ലൈറ്റും പിടിച്ച് ഇസ്രായേലിൽ ചെന്നിട്ട് തന്തക്കും തള്ളക്കും ഒക്കെ വിളി, എടുത്തോണ്ട് പോടാ ജിഹാദി എന്നൊക്കെ വിളിച്ചത്. മോനെ ഇനി വന്നിട്ടെ ആ AC ഇട്ട മുറിയിരുന്ന് യൂട്യൂബിലാ കോയാക്കോൾ അതുപോലത്തെ പരിപാടിയാണ്. നിനക്ക് അതാ പറ്റിയ പണി. നീ അവിടെ ചെല്ലല്ലേ, നിന്റെ കൂടെ വേറത്തെ മാത്രം എന്താ ഫസല് കോരോട്ട്
അവന്റെ ആ കണ്ണൊക്കെ ഉന്തളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കാലേ വാരി നിലത്തടിക്കും. നിനക്ക് ജൂതന്മാരെ അറിയാൻ വയ്യത്തോണ്ട് അതുകൊണ്ട് ഇനി വാ എന്റെ മക്കളെ ഇനി വാ 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 വേം വാ വേം വാ വാ തന്തക്കുളി കേട്ട് കഴിഞ്ഞെങ്കിൽ വാ വരി 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 വരി. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിൽ പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ. ഒന്നുമില്ല ബുദ്ധിയും വിവരമില്ലാത്ത മരപ്പൊട്ടന്മാരല്ലേ ഇവർ രണ്ടാളും. ആ ഒരു പരിഗണന ഉണ്ടല്ലോ ഈ രണ്ട് മരപ്പൊട്ടന്മാർക്കും ഉസ്താദ് കൊടുക്കണം കേട്ടാ. നമ്മൾ ആർപി ഹുസൈൻ എന്താ വിചാരിച്ചെന്നറിയാം, ഇവിടെ ഇരുന്നിട്ട് ജൂതന്മാരെ അങ്ങ് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എത്തുമ്പോഴില്ല ജൂതന്മാർ ഇവനാ പൊന്നാടിയിട്ട് സ്വീകരിക്കുന്നതാണ് ഈ ആർപി ഹുസൈൻ വിചാരിച്ചത്. പക്ഷെ ഈ ജൂതന്മാരുണ്ടല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ല അവരെ കാര്യം കഴിഞ്ഞാൽ ചവിട്ടി ഓടിക്കുന്ന കാര്യം ഉണ്ടല്ല നമ്മൾ ഈ ആർപി ഹുസൈൻ ഇതുവരെ മനസ്സിലായില്ല. ജൂതന്മാർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ല അവരാവശ്യത്തിനല്ലാണ്ട് അവരാരെയും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ദൈവമുണ്ടല്ല ഈ രണ്ട് മരപ്പൊട്ടന്മാർക്കും കൊടുത്തിട്ടല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ടുണ്ടല്ല അതിന്റെ ഇടയ്ക്ക് നമ്പർ 2 മരപ്പൊട്ടനില്ലേ ഫസൽക്കാരാട്ട് ഇസ്രായേൽ എത്തിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാലോ. ആ ഫോട്ടോക്ക് നമ്മളെ മരപ്പൊട്ടൻ ഫസൽക്കാരാട്ട് ഉണ്ടല്ല കുറച്ച് ഡയലോഗ് ചെയ്തിട്ടുണ്ട്. ആ ഡയലോഗ് നമുക്കൊന്ന് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ ഉറ്റ സുഹൃത്തായ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം വിശുദ്ധ ജെറുസലേമിന്റെ മണ്ണിലെത്തിയിരിക്കുന്നു. വിശദ വിവരങ്ങൾ നാളെ മുതൽ. സുഡാപ്പികളും ജിഹാദികളും ഇസ്രായേൽ വിരുദ്ധരും തെരുവിലൂടെ ഓടുന്ന ഓട്ടായിരിക്കും. അതുകൊണ്ട് നീ തൽക്കാലമുള്ള ഇസ്രായേലിന്റെ തെരുവിലൂടെ ജൈത്രയാത്ര നടത്താൻ നിൽക്കണ്ടട്ടാ. നീ അത് പിന്നെ അണ്ടർവെയർ ഇല്ലാത്ത ഓട്ടത്തിലായിരിക്കും തീരുന്നത്. ഇനി നമുക്കുണ്ടല്ല ഈ രണ്ട് മരപ്പൊട്ടന്മാർ നെതന്യാഹുവിനെ ന്യായീകരിക്കാൻ വേണ്ടി, നെതന്യാഹുവിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയപ്പം ശരിക്കും ഇസ്രായേൽ നെതന്യാഹുവിന്റെ അവസ്ഥയുണ്ടല്ല. ആ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ അവസ്ഥ പറഞ്ഞിട്ടില്ല വേറെ ആരുമല്ല, ന്യൂസ് 18 ചാനലിലെ സംഖ്യയുടെ എല്ലാമായ ന്യൂസ് 18 ചാനലിൽ അവര് തന്നെയാണ് ഇന്നത്തെ ദിവസം നെതന്യാഹുവിന്റെ അവസ്ഥ, ഇസ്രായേലിന്റെ അവസ്ഥ തുറന്നു പറഞ്ഞത്. ആ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് ഇസ്രായേലിൽ നിന്നാണ്. അതായത് യുദ്ധത്തിൽ വിജയിച്ചത് ഇറാനാണ് എന്നാണ് 92% ഇസ്രായേലികളും വിശ്വസിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരികയാണ്. നെതന്യാഹുവിനെതിരെ വലിയ ജനവികാരം നിഴലിക്കുന്ന സർവേയാണ് ഇസ്രായേൽ യൂണിവേഴ്സിറ്റി നടത്തിയത്. നെതന്യാഹു യുദ്ധം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് വിശ്വസിക്കുന്നവർ വെറും 26.5% ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ കനത്ത രാഷ്ട്രീയ തിരിച്ചടിയേറ്റത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചാമിൻ നെതന്യാഹുവിനാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. സത്യത്തിലുണ്ടല്ലോ ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ കൊടുക്കല്ലേ. കാരണം ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തത് ക്രിസ്സംഖ്യകൾ കൂടെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തത്. കാരണം ഇതുമെടുത്ത് നേരെ ഇസ്രയേലിൽ ചെന്നപ്പോഴത്തേക്ക് ജൂതന്മാര് ഇവന്റെ കമന്റ് ബോക്സിൽ ഇടുന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ പെറ്റ തള്ളയെന്നല്ല അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പോലും സഹിക്കൂല. അമ്മാതിരി പുളിച്ചതും മറയ്ക്കുന്നതുമായിട്ടുള്ള തെറികളാണ് ഈ രണ്ട് മരവാണങ്ങൾക്ക് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ വിചാരം എന്താണെന്നറിയാം, ഇവിടെ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളെ തെറി പറയും തെമ്മാടിത്തരം പറയുമ്പോൾ ഇവിടുത്തെ സംഘികൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇസ്രയേലിൽ ചെന്ന് കഴിഞ്ഞാൽ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവന്മാർ ലോക പൊട്ടന്മാരല്ലാതെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്. മരമണ്ടന്മാരായിട്ടുള്ള ഈ രണ്ട് മരവാണങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇസ്രയേലിലേക്ക് വണ്ടി കയറിയത്. അപ്പൊ നമ്മുടെ മൂങ്ങാക്കണ്ണൻ ഫസൽക്കാരാട്ടിന്റെ ഇത് കണ്ടല്ലോ, ഔദ്യോഗിക ക്ഷണം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരവിടെ സന്ദർശിക്കാൻ ചെന്നത്. അത് പറഞ്ഞതുപോലെ ജൂതന്മാർക്ക് ക്രൈസ്തവ സഹോദരങ്ങളെ പോലും ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും അവർ പ്രാർത്ഥിച്ചിട്ട് വരുന്ന സമയത്താണെങ്കിലും ഇവരുടെ മുഖത്ത് നോക്കി തുപ്പുന്ന ജൂതന്മാർ എത്രയോ വീഡിയോകൾ നമ്മൾ ഇതിനടക്കം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസംഖികളായിട്ടുള്ളവർ മാത്രമേ ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവന്മാർ വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ വരവേൽപ്പ് കിട്ടുമെന്നൊക്കെയാണ് കാലേ വാരി നിലത്തടിച്ചെന്നാണ് കേൾക്കുന്നത്. കിടിലം വീഡിയോ അല്ലായിരുന്നാ? അപ്പൊ നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മരപ്പൊട്ടന്മാർക്കുള്ള മറുപടി കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കൊടുത്തേക്കുക. അടുത്ത രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.